ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. കംഫർട്ട് എന്ന് കേൾക്കുമ്പോൾ തുണികൾ അലക്കാനുള്ളതാണെന്ന് മാത്രമാണോ നിങ്ങൾ കരുതുന്നത്? എന്നാൽ ഞാൻ പറയാൻ പോകുന്നത് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. വീട്ടിലെ പല ക്ലീനിങ് ആവശ്യങ്ങൾക്കും കംഫർട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. സാധാരണ നമ്മൾ കംഫർട്ട് ഉപയോഗിക്കുന്നത് വസ്ത്രങ്ങൾ കഴുകുന്ന സമയത്ത് മണം കിട്ടാൻ വേണ്ടിയാണല്ലോ. ഇനി നമ്മൾ കംഫർട്ട് വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഓരോ ടിപ്പുകളായി കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു സൊല്യൂഷൻ തയ്യാറാക്കാം. അതിനായി ഞാൻ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടപ്പ് കംഫർട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. വീട്ടിലേക്ക് നോൺ വെജ് കുക്ക് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ചാള, മത്തി പോലുള്ള മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്മെല്ല് മാറാനായിട്ട് ഇതുപോലെ കുറച്ച് കംഫർട്ട് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ കംഫർട്ട് എടുത്ത് തിളപ്പിച്ചെടുത്താൽ മതി. ഇത് നമുക്ക് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാനായി പറ്റും. രാത്രിയിൽ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചൺ സിങ്കിലേക്ക് ഇതുപോലെ തിളപ്പിച്ച കംഫർട്ട് വെള്ളം ചൂടോടെ ഒഴിക്കുകയാണെങ്കിൽ പല്ലി, പാറ്റ പോലുള്ള ജീവികളുടെ ശല്യം ഒന്നും ഉണ്ടാകില്ല. പൊതുവെ പ്രാണികളൊക്കെ കിച്ചണിലേക്ക് വരുന്നത് കിച്ചൺ സിങ്ക് വഴിയായിരിക്കും. അതുപോലെ തന്നെ സിങ്കിൽ ബ്ലോക്ക് ഉണ്ടാവുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കംഫർട്ട് ചൂടോടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ബ്ലോക്ക് പെട്ടെന്ന് മാറിക്കിട്ടും. ചൂടോടുകൂടെ തന്നെ ഒഴിക്കാൻ മറക്കരുത്. അപ്പോൾ സിങ്കിനുള്ളിലെ ട്യൂബിലുള്ള അഴുക്കും മെഴുക്കും ഒക്കെ പെട്ടെന്ന് പോയി കിട്ടും. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്തെന്ന് നോക്കാം. ഞാനൊരു സാനിറ്റൈസറിൻ്റെ ബോട്ടിൽ സ്പ്രേ ആണ് എടുത്തിരിക്കുന്നത്. ഈ ലിക്വിഡ് ഈ ബോട്ടിലിലേക്ക് ഒഴിക്കുക. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ വീട് മുഴുവൻ ക്ലീൻ ചെയ്തെടുക്കുന്നത്. പല്ലി, പാറ്റ പോലുള്ള സ്ഥിരമായി വരുന്ന സ്ഥലത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ടേബിളിന്റെ മുകളിൽ എത്ര ക്ലീൻ ചെയ്താലും ഈച്ച, ഉറുമ്പ് എന്നിവയുടെയൊക്കെ ശല്യം ഉണ്ടാകാറുണ്ടല്ലോ. പ്രത്യേകിച്ച് നോൺ വെജ് ഒക്കെ ഈ ടേബിളിന്റെ മുകളിൽ വെച്ച് കഴിക്കുമ്പോൾ ഒരു ഓയിലി ആയിട്ടുള്ള സ്റ്റിക്നെസ് ഒക്കെ ഉണ്ടാകും. അതൊക്കെ പോയി കിട്ടാനായിട്ട് നമ്മൾ ഇപ്പം തിളപ്പിച്ചെടുത്ത വെള്ളം കൊണ്ട് സ്പ്രേ ചെയ്ത ശേഷം നല്ലതുപോലെ തുടച്ചെടുത്താൽ മതി. ഗ്ലാസിന്റെ ഡൈനിങ് ടേബിൾ ആണെങ്കിൽ കണ്ണാടി പോലെ തിളങ്ങി കിട്ടും. കണ്ടില്ലേ, കണ്ണാടി പോലെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ റൂമിലോ ബാത്റൂമിലോ വാഷ് ബേസിന്റെ അവിടെയൊക്കെ നമ്മൾ കണ്ണാടി ഉണ്ടാവും. അവിടെയൊക്കെ നന്നായിട്ട് മങ്ങൽ പിടിച്ചിട്ടുണ്ടാവും. അവിടെയൊക്കെ ഈ സ്പ്രേ ചെയ്താണ്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് സിഗ്സാഗ് മോഷനിൽ നന്നായിട്ട് തുടച്ചെടുത്താൽ നല്ല പള തിളങ്ങി കിട്ടും. വേറെ ഒരു ലോഷനും നമുക്ക് പുറത്തു നിന്ന് വാങ്ങേണ്ടതില്ല. ഇതെല്ലാ ട്രിക്കും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല അടിപൊളി ട്രിക്കാണ്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാനേ ഒരു ലൈക്ക് കൂടി തരണേ. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ സെറ്റിയിലും സോഫയിലും ഒക്കെ വെച്ചായിരിക്കും കഴിക്കുന്നത്. അതിൻ്റെ ബാക്കിയൊക്കെ വീണിട്ട് എപ്പോഴും അതിൽ സ്മെല്ലൊക്കെ ഉണ്ടാകും. അതൊക്കെ മാറാനായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കൂ. ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മണം ഉണ്ടായിരിക്കും. നമ്മുടെ വീട്ടിലെ ജനലുകൾ, പ്രത്യേകിച്ച് പുറത്തുള്ള ജനലുകളിൽ അഴുക്കും പൊടിയുമൊക്കെ മാറാനായിട്ട് ഒന്ന് സ്പ്രേ ചെയ്തെടുത്തിട്ട് ഒന്ന് ഇതുപോലെ തുടച്ചെടുത്താൽ മതി. നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും. ബാത്റൂം ഡോർമാറ്റുകളൊക്കെ എത്രയൊക്കെ കഴുകിയിട്ടും 1-2 ദിവസം കഴിയുമ്പോൾ ഒരു ഈർപ്പം നിന്നിട്ട് ചെറിയ സ്മെല്ലുണ്ടാകും. അതിനൊക്കെ ഈ സ്പ്രേ അടിച്ചു കൊടുത്താൽ മതി. ഞാൻ മീനൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷമുള്ള അവസ്ഥയാണിത്. ചാള മീനാണെങ്കിൽ പറയേ വേണ്ട, ആകെ എണ്ണമെഴുക്കായിരിക്കും. എല്ലായിടത്തും ഓയിൽ തെറിച്ച് നല്ല അഴുക്കാകാറുണ്ട്. ഈ ഓയിൽ തിക്നെസ് ഒക്കെ മാറി കിട്ടാൻ വേണ്ടി സ്പ്രേ ഒന്നടിച്ച് തുടച്ചെടുത്താൽ മതി. ഗ്ലാസിന്റെ സ്റ്റവ് ആണെങ്കിൽ കണ്ണാടി പോലെ തിളങ്ങി കിട്ടും. എത്ര കട്ടിയുള്ള എണ്ണമെഴുക്കാണെങ്കിലും നിമിഷ നേരം കൊണ്ട് വൃത്തിയായി കിട്ടും. പ്രത്യേകിച്ച് നോൺ വെജ് ഐറ്റം ഒക്കെ കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ സ്മെല്ലൊക്കെ മാറി നല്ല സ്മെല്ലായി കിട്ടും. ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം. സ്റ്റവ് ടോപ്പിനോട് ചേർന്നുള്ള ടൈലിൽ നല്ലതുപോലെ അഴുക്ക് കാണാറുണ്ട്. ഇതുപോലെ ക്ലീൻ ചെയ്താൽ അതിനൊക്കെ ഈ സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ്. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കൗണ്ടർ ടോപ്പിൽ ഈ സ്പ്രേ ഉപയോഗിച്ച് തുടക്കാവുന്നതാണ്. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഉറുമ്പിനെയും പാറ്റയെയും പല്ലിയെയും ശല്യം ഒട്ടും തന്നെ നമ്മുടെ കിച്ചണിൽ ഉണ്ടാകില്ല. രാത്രിയൊക്കെ നമ്മുടെ കിച്ചൺ ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഒരു ലിക്വിഡ് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് സിങ്കിലേക്കും ഒഴിക്കുക. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് ഈ ലിക്വിഡ് വെച്ച് നന്നായിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റ് നമ്മൾ കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയും അതുപോലെ തന്നെ കിച്ചൺ മൊത്തത്തിൽ നല്ലൊരു സുഗന്ധവും ഉണ്ടാകും.
ഇതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ബെഡ്റൂമിലും ഡൈനിങ് ടേബിളിൻ്റെ മുകളിലും ഒക്കെ വെക്കാറുണ്ടല്ലേ. അതിലൊക്കെ ഇതുപോലെ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല മണമായിരിക്കും, പ്രത്യേകിച്ച് ഗസ്റ്റൊക്കെ വീട്ടിലേക്ക് വരുന്ന സമയത്ത്. അതുപോലെ തന്നെ കോട്ടൻ്റെ ഒരു ചെറിയ കഷ്ണമോ അല്ലെങ്കിൽ സ്പോഞ്ചോ എടുത്ത് അതിലേക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ച് നമുക്ക് ഒന്നല്ലെങ്കിൽ നമ്മുടെ അലമാരയിലോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റിന്റെ താഴെയോ കൊണ്ടുവച്ചാൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ലൊരു സ്മെല്ല് നമ്മുടെ ഹാളിലും റൂമിലും ഒക്കെ നല്ലൊരു സ്മെല്ല് ഉണ്ടാവും. നമ്മുടെ റൂമിലെ ബെഡ്ഷീറ്റിനൊക്കെ നല്ലൊരു സ്മെല്ല് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടെ ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല ഒരു സുഗന്ധം ഉണ്ടാകും. സന്ധ്യാസമയങ്ങളിൽ നല്ലതുപോലെ കൊതുകുണ്ടാകാറുണ്ടല്ലേ. അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളൊക്കെ വീട്ടിലുള്ളപ്പോൾ പകൽ സമയത്തെ ഉറക്കുമ്പോൾ ആ കുട്ടികളെ ഉറക്കുന്ന മുറിയിൽ കുറച്ച് കംഫർട്ട് എടുത്ത് ചൂടാക്കിയ ശേഷം 1-2 കർപ്പൂരം പൊടിച്ചെടുത്ത് ആ കട്ടിലിൻ്റെ അടിയിലോ ഡൈനിങ് ടേബിളിൻ്റെ കീഴിലോ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം പെട്ടെന്ന് പോയി കിട്ടും. കൊതുകുതിരിയൊക്കെ അലർജി ഉള്ളവർക്ക് അടിപൊളി ടിപ്പാണ് കേട്ടോ. പ്രായമായവർക്കൊന്നും അതിൻ്റെ സ്മെല്ല് പിടിക്കത്തില്ല. അതുകൊണ്ട് സന്ധ്യാസമയത്ത് അവരുടെ കട്ടിലിനടിയിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് കംഫർട്ടിലേക്ക് കുറച്ച് കർപ്പൂരമിട്ട് അവരുടെ കട്ടിലിനടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വേഗത്തിൽ കൊതുകിൻ്റെ ശല്യം മാറി കിട്ടും. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതുപോലെ ഒരു ഡിസ്പോസിബിൾ പാത്രം എടുത്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടുക. ചതച്ചിട്ട് ഇടുകയാണ് ഒന്നും കൂടി നല്ലത്. ഇതിലേക്ക് കുറച്ച് കംഫർട്ട് കൂടി ഒഴിച്ച ശേഷം നല്ലതുപോലെ കവർ ചെയ്തെടുക്കാം. കടുക് ബാഡ് സ്മെല്ലെല്ലാം നന്നായിട്ട് വലിച്ചെടുക്കും. അതുപോലെ തന്നെ കംഫർട്ടർ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ നല്ലൊരു മണവുമായിരിക്കും. ആ മണം നന്നായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഹോളിട്ട് കൊടുക്കണം. അതിനു വേണ്ടി ഞാനൊരു ഫോർക്കാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ചൂടാക്കി ഫോർക്ക് അടുപ്പ് നന്നായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ നല്ല ഹോള് ആയിട്ട് കിട്ടും. ഈ പാത്രം ബാത്റൂമിലോ ഡൈനിങ് ഹാളിലോ റൂമിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം. എന്നാൽ നല്ലൊരു സ്മെല്ലായിരിക്കും ഗസ്റ്റൊക്കെ വരുമ്പോൾ. ഇനി നിങ്ങൾക്ക് വെള്ളം തിളപ്പിച്ച് കംഫർട്ട് വെച്ച് തുടച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ വളരെ എളുപ്പമുള്ള ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്ത് നോക്കൂ. ഇത് നമ്മൾ ബാത്റൂമിലോ അല്ലെങ്കിൽ ബെഡ്റൂമിലോ ഹാളിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം. നല്ലൊരു സ്മെല്ലാണ് ഇതിന്. ഞാനിത് ബാത്റൂമിലാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. ഈ ലാസ്റ്റ് ടിപ്പ് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള ബൈക്കോ അല്ലെങ്കിൽ കാറോ ഏത് വാഹനങ്ങളായിക്കോട്ടെ അതിൻ്റെയൊക്കെ ഗ്ലാസ് നന്നായിട്ട് മങ്ങിക്കിടക്കുന്നത് കാണാം. അതൊക്കെ ഈ സ്പ്രേ ചെയ്തതിന് ശേഷം ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ടൊന്ന് തുടച്ച് നോക്കൂ. നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. നല്ല ക്ലിയർ ഉള്ള ഗ്ലാസ് ആയി കിട്ടും. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ടിപ്പുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. വേറെ എന്തെങ്കിലും ടിപ്പുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇങ്ങനത്തെ ടിപ്പുകൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.